ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നേഴ്സ് ഗെറ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ISO കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു 7 ക്രിപ്റ്റോ കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ അത് ഏതാണെന്നുള്ളത് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഈ ISO കംപ്ലൈൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ISO കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ, സോ എങ്ങനെയാണ് ഈ ISO കറൻ്റ്ലി ട്രഡീഷണൽ ഫൈനാൻസിന് എങ്ങനെയാണ് ഇതൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രമാണ് പറയുന്നത്, ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ബട്ട് അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്. ഈ കാരണം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. അധികം ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുമില്ല ഈ ഒരു ടോപ്പിക്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് തന്നെ എടുത്തതും. എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്നൊന്നും അറിയില്ല, ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ആദ്യം തന്നെ ISOയിലേക്ക് പോകാം. ISO എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പം ഏതൊരു സാധനത്തിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറയും. ഇപ്പം പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ, കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെങ്കിലും ഏതൊരു മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിലും അതിൻ്റേതായ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കണം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിനകത്ത് ISI മാർക്ക് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പാലിച്ചിട്ടുള്ള ആ മുദ്ര ഉണ്ടെന്നുണ്ടെങ്കിലാണ് അത് കുറച്ച് ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒരു സാധനമാണ് ഈ ISI. അത് ASI ഹോൾമാർക്ക് ഗോൾഡിനകത്ത് ചോദിക്കുന്നവരുണ്ട്. സോ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ISO എന്ന് പറയുന്നത്. സോ ഓരോ കാര്യത്തിനും അവിടെയും ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കറൻ്റ്ലി ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ISO 4217 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളിപ്പം US ഡോളർ ആണെങ്കിലും യൂറോ ആണെങ്കിലും, ഇപ്പോൾ ക്രിപ്റ്റോ ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ JBP, അങ്ങനെ ഓരോ 3 ലെറ്റർ വെച്ചിട്ടാണ് അവരുടെ കറൻസി നമ്മൾ ഡിനോമിനേറ്റ് ചെയ്യുന്നത്. മീൻസ് അമേരിക്കത്തെ ഡോളർ ആണെങ്കിൽ USD, അതായത് US എന്ന് പറഞ്ഞാൽ അമേരിക്ക, US യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, D എന്ന് പറഞ്ഞാൽ അവരുടെ കറൻസി, സോ ഡോളർ. സോ അങ്ങനെ 3 ഇതിലാണ് അത് കൊണ്ടിരുന്നത്. സോ ഇങ്ങനെ ഒരു $3 നിശ്ചയിക്കണം, ഇങ്ങനെ ഒരു 3 പേരിൽ ഡിനോമിനേറ്റ് ചെയ്യണം എന്ന്, മീൻസ് ഇങ്ങനെ കൊടുക്കുന്ന പേര് വേണമെന്ന് നിശ്ചയിക്കുന്നതെല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ പുറത്താണ്. കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ റൂൾസ് കൊണ്ടുവരുന്നത്. സോ അതാണ് അങ്ങനത്തെ ഓരോ റൂൾസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ISO എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. കൂടുതൽ ആൾക്കാരും UPI, മീൻസ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെ ആയിരിക്കും. അതല്ലാത്ത പക്ഷേ മൊബൈലിൽ വെച്ച് ഫെഡറൽ ബാങ്കോ HDFCയോ അങ്ങനെ ഏതെങ്കിലും ബാങ്കോ വെച്ച് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവിടെ കാണാറുണ്ട്. IMBS എന്ന് പറഞ്ഞിട്ട് കാണാം, അതുപോലെ തന്നെ NEFT കാണാം, പിന്നെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ കാണാം. സോ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഫണ്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെസ്സേജിങ് സർവീസ് ആണ് ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് മെസ്സേജിങ് സർവീസ് ആണ്. സോ എന്തിനാണ് ഈ മെസ്സേജിങ് സർവീസ് എന്ന് പറഞ്ഞാൽ, ഈ നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ട്രാക്ക് ചെയ്യാനും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, മീൻസ് ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജിങ് സർവീസ് യൂസ് ചെയ്യുന്നത്. കറൻ്റ് ഇത് തന്നെയാണ് വരുന്നത്. സോ 2025 കൂടി ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവുകയും പകരം ISO 20022 എന്ന് പറഞ്ഞ പുതിയ സ്റ്റാൻഡേർഡ്സ് വരികയാണ്. അപ്പോൾ നിങ്ങൾ 2025 നിങ്ങൾ ഇപ്പം ഒരു ബാങ്ക് ആപ്പ് വഴി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. പകരം ISO 20022 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ എന്താണ് ഈ ISO എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സ്വിഫ്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നു ISO, കാരണം കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ പണ്ട് മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, ഇപ്പം വാട്സപ്പ് മെസ്സേജിൽ അയക്കുന്നു. സോ അങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയിനിലൂടെ നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു പുഷിനെ കുറിച്ച്, നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞതാണ്. സോ അത് പറയുമ്പോഴാണ് നമ്മുടെ ഈ വീഡിയോയുടെ സ്പോൺസറെ കുറിച്ച് പറയുന്നത്. പുഷ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രൊജക്റ്റാണ് EPNS എന്ന് പറയുന്നത്. സോ അവരുടെ പുഷ് ചാറ്റ് എന്ന് പറഞ്ഞു, കാരണം നമുക്ക് മൊബൈൽ നമ്പർ ഇല്ലാണ്ട് തന്നെ വെറും വാലറ്റ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. കാരണം ജസ്റ്റ് നമ്മുടെ വാലറ്റ് അഡ്രസ്സ്, നമ്മുടെ ആർക്കും നമ്മുടെ പ്രൈവസി അറിയാണ്ട് നമുക്ക് താല്പര്യമുള്ളവരുടെ മെസ്സേജസ് മാത്രം റിസീവ് ചെയ്താൽ മതി. സോ അവരതിൽ ഒരുപാട് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. സോ അവരൊക്കെയാണ് നമ്മുടെ അങ്ങനത്തെ ഇനി മൂവിങ് ഫോർവേഡ് നമ്മുടെ ഈ മെസ്സേജിങ് സർവീസ് എല്ലാം മെല്ലെ ഡെവലപ്പായി വരും. നമ്മൾ പണ്ട് നമുക്കറിയാം ടെക്സ്റ്റ് മെസ്സേജ്, ഇപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്, എന്നാലും കൂടുതൽ വളരെ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാരും വാട്സപ്പും അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഗോയിങ് ഫോർവേഡ് വാട്സപ്പും എല്ലാം കുറഞ്ഞ് ഇതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്സ്റ്റിങ്ങോ അങ്ങനെ വല്ല മറ്റുള്ള പ്രൊജക്ട്സ് ഒക്കെ കൊണ്ടിട്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. സോ അവരാണ് ഈ വീഡിയോയുടെ സ്പോൺസർ ചെയ്തേക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഡോക്ക് വന്നപ്പം എടുത്തിട്ടു എന്നാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പുഷ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് ആയിട്ട് എടുക്കരുത്, പക്ഷേ ഒരുപാട് നല്ല പ്രൊജക്ട്സ് ആയിട്ട് നടക്കുന്നുണ്ട്, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോനെ കുറിച്ച് സംസാരിച്ചത്. സോ ബാക്ക് ടു നമ്മുടെ ISO. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ മെസ്സേജിങ് സർവീസും മെല്ലെ ഇൻക്രീസ് ആവുന്നുണ്ട്. സോ ബാങ്കിൻ്റെ കേസിലാണെങ്കിലും ഒരു അപ്ഡേഷൻ അനിവാര്യമാണ്. സോ 2004 ഇറങ്ങിയ ഒരു സ്റ്റാൻഡേർഡാണ് ഈ ISO 2022 200-222 അതായത് ISO 20022 എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ്. 2004 ഇറങ്ങിയിട്ടും ഇത് 2017 കൂടിയാണ് നമ്മുടെ ഫെഡറൽ ബാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫെഡ് അല്ല, ഫെഡറൽ ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഫെഡ്, അതായത് US ഫെഡ്, അവർ ഇത് അംഗീകരിച്ചിട്ട് മെല്ലെ ഞങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ മെല്ലെ ഇത് മാറാം, ചേഞ്ച് ആക്കാം എന്നുള്ള നിയമം കൊണ്ടുവന്നത്
സോ 2022 കൂടി വരണം എന്നാണ്. പക്ഷേ 2023 കൂടി മറ്റുള്ള സ്റ്റേറ്റ് കൂടി മറ്റുള്ള രാജ്യം കൂടി മെല്ലെ മെല്ലെ ഈ ഒരു ട്രാൻസാക്ഷൻ മെല്ലെ മെല്ലെ അവർ അഡോപ്റ്റ് ചെയ്യും. 2025 കൂടി കംപ്ലീറ്റ്ലി പഴയ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞ് കംപ്ലീറ്റ്ലി ISO 20022 എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ വരുമെന്നാണ് പറയുന്നത്. സംഭവം ഇത് തന്നെയാണ്. കൂടുതൽ ഇൻട്രോപ്പറബിൾ എന്ന് പറഞ്ഞ ടേം നമ്മൾ ഇതിന് മുമ്പും പലവട്ടം കേട്ടിട്ടുണ്ട്, പല പ്രൊജക്ട്സിലും കേട്ടിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബാങ്ക്സുമായിട്ടും ഈസി ആയിട്ട് ലാംഗ്വേജ് കൺവേഴ്സേഷൻ നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. സോ ആ ഒരു ടെക്നോളജി തന്നെയാണ് ഇവരും കൊണ്ടുവന്നത്. ആദ്യം ഈ ഒരു ടെക്നോളജി ക്രിപ്റ്റോനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു, ക്രിപ്റ്റോ ഒന്നും വേണ്ടെന്നുള്ള ലെവലിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ മൂവിങ് ഫോർവേഡ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ CBDC ഒക്കെ വന്നപ്പം ഈ ക്രിപ്റ്റോ കുറച്ചൊരു 7 ക്രിപ്റ്റോ ഇവർ ഇതിൻ്റെ മീൻസ് ഞങ്ങളുടെ ഈ ഒരു ISO 20022 കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. സോ ആ ക്രിപ്റ്റോ ഏതാണെന്നുള്ളത് പറയാം. സോ അങ്ങനെ വന്നതുകൊണ്ട് ആ ക്രിപ്റ്റോ നല്ല രീതിയിൽ കയറും. ഇനിയിപ്പം 2025 ആകുമ്പോഴേക്കും നല്ല പൊട്ടൻഷ്യലാണ്. കാരണം ലീഗലായിട്ട് അഡോപ്റ്റ് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് 2004 വന്ന ടെക്നോളജിയാണ്. ഏകദേശം എത്ര കൊല്ലമായി, ഇപ്പം 15-16 കൊല്ലത്തിന് ശേഷമാണ് ഈ ഒരു സാധനം മറ്റുള്ള എല്ലാവരും കൂടി അഡോപ്റ്റ് ചെയ്യുന്നതും. ഇനി ഒരു 3 കൊല്ലം കൂടി കഴിഞ്ഞാലാണ് ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ആവും, സ്വിഫ്റ്റിൽ നിന്ന് ISOയിലേക്ക് മാറുള്ളൂ. സോ ടൈം എടുക്കും, അതിന് എന്ത് വേണേൽ സംഭവിക്കാം. സോ ആ ക്രിപ്റ്റോ ഏതാണെന്ന് പറയാം. സോ അതിന് മുൻപ് നിങ്ങൾക്ക് എന്താണ് ISO എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. ട്രഡീഷണൽ ഫൈനാൻസിൻ്റെ മെസ്സേജിങ് സർവീസ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു അപ്കമിങ് മെസ്സേജിങ് സർവീസ് എന്നുള്ള ലെവലിൽ തന്നെ പറയാം. ഫിനാൻഷ്യൽ മെസ്സേജിങ് സർവീസാണ്. ഇവരും ഒരുപാട് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് എല്ലാ ബാങ്കുകളും ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ആണെങ്കിലും ഇന്ത്യൻ ബാങ്ക് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ INR എന്ന് പറഞ്ഞ ക്രിപ്റ്റോ ഇന്ത്യൻ റുപ്പീസിന് INR എന്ന് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡാണ്. IN എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പേരും, R എന്ന് പറയുന്നത് റുപ്പി, US ഡോളർ എന്ന് പറയുമ്പോൾ US യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡോളർ D, അങ്ങനെയാണ് ഓരോ കറൻസിയും ഡിനോമിനേറ്റ് ചെയ്യുന്നത്. സോ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഇപ്പം അൺഒഫീഷ്യലായിട്ട് ക്രിപ്റ്റോ കറൻസിക്ക് BTCക്ക് തന്നെ XBT എന്നൊക്കെ പറഞ്ഞിട്ട് റെഗുലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ മീൻസ് അൺറെഗുലേറ്റഡ് ആയിട്ട് ISO സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് റിലീസ് ആവുന്നുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി അൺറെഗുലേറ്റഡ് തന്നെയാണ്. സോ ഇവിടെ XBT എന്ന് പറയുന്നത് X എന്ന് ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം ഓൺ ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ അല്ല, ഒരു കറൻസി അല്ല. BT എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ. സോ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് കോൺഫ്ലിക്റ്റും വരുന്നുണ്ട്. BT എന്ന് പറയുന്നത് ഭൂട്ടാൻ റിലേറ്റഡ് ആയിട്ട് ഭൂട്ടാൻ്റെ ഡിനോമിനേഷനൊക്കെ വരുന്ന സംഭവങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അത് സത്യമാവും എങ്ങനെയാണ് വരാൻ പോകുന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ട്രഡീഷണൽ ഫൈനാൻസിൽ തന്നെ ഈ ഒരു ഇൻറ്ററോപ്പറബിൾ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും ആ ടെക്നോളജി മൊത്തത്തിൽ ഇതിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ന്യൂസ് തന്നെയാണ്. സോ ക്രിപ്റ്റോ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം കറൻ്റ്ലി ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എന്ന് പറയുന്നത്, ISO കംപ്ലൈൻ്റ് ആയിട്ട്, സർട്ടിഫൈഡ് എന്നല്ല, ISO കംപ്ലൈൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ എന്ന് പറയുന്നത് റിപ്പിൾ ഒന്നുണ്ട്, XLM, സ്റ്റെല്ലാർ, പിന്നെ XFIN എന്ന് പറഞ്ഞിട്ട് XDC എന്ന് പറഞ്ഞൊരു ക്രിപ്റ്റോ, XDC, റിപ്പിൾ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്ക്രീനിൽ കാണാം ഏതൊക്കെ ക്രിപ്റ്റോ ആണെന്നുള്ളത്. റിപ്പിൾ, സ്റ്റെല്ലാർ, XFIN, അതായത് XDC, അയോട്ട, MIOTA എന്ന് പറയുന്നത് ഇതെല്ലാം കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അൽഗോറാൻഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹെഡ്ര ഹാഷ് ഗ്രാഫ് HBAR എന്ന് പറയുന്നത് റൂമർ കേൾക്കുന്നുണ്ട്, ചിലപ്പം ഇതും കംപ്ലൈൻ്റ് ആയിരിക്കാം എന്ന് കേൾക്കുന്നുണ്ട്. ക്വാണ്ട് QNT എന്ന് പറഞ്ഞുള്ള ക്രിപ്റ്റോ, പിന്നെ കാർഡാണ്. സോ ഇതെല്ലാമാണ് ഇപ്പോൾ കറൻ്റ്ലി 8 ക്രിപ്റ്റോ ആണ് ISOയിൽ മീൻസ് ഈ ഇവർ പറഞ്ഞ ISO 20022 കംപ്ലൈൻ്റ് ആയി എന്ന് പറയുന്ന ക്രിപ്റ്റോ. സോ എന്തുകൊണ്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടെ എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഈവൻ ഇഫ് അത് അഡോപ്റ്റ് ചെയ്താലും ഇനിയൊരു 3 കൊല്ലം കൂടി ഉണ്ട്. പക്ഷേ പാർഷ്യലി ഇപ്പം 2023 നവംബറൊക്കെ ആകുമ്പോഴേക്കും 2023 പകുതിയൊക്കെ ആകുമ്പോഴേക്കും പാർഷ്യലി ഈ ഒരു സിസ്റ്റം US-ലും യൂറോപ്പിലൊക്കെ മെല്ലെ മെല്ലെ അംഗീകരിച്ച് വരും. 2025 ആകുമ്പോൾ ഈ സിസ്റ്റം പോകും. എനിവേ ട്രഡീഷണൽ ഫൈനാൻസിൽ ഈ സിസ്റ്റം വരുമായിരിക്കും. പക്ഷേ ഈ അഡോപ്ഷൻ്റെ കേസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പം ഇത് ഉണ്ടായതുകൊണ്ട്, ഇത് അഡോപ്റ്റ് ചെയ്തുകൊണ്ട്, ഇത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഈ ക്രിപ്റ്റോ നല്ല രീതിയിൽ റാലി തരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് പറയുകയാണ്. സോ ഇനി നിങ്ങളുടേതായ അനാലിസിസ് നടത്തി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വേർഡ് പുതുതായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട്, ISO 20022. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മീൻസ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഈ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പ് ഉണ്ടാവും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.